വിജയേട്ടാ നമസ്കാരം. നമസ്കാരം. വിജയേട്ടാ, മേക്ക് എ ഡീൽ ഓർ വീൽ ഫിനിഷ് ദ ജോബ്, ട്രംപ് ഇഷ്യൂസ് ഫ്രഷ് വാർണിംഗ് ടു ഇറാൻ എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇന്ന് ലോകമാധ്യമങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. US President Donald Trump warned Iran on Monday that it must either reach a deal with the United States or Washington will finish the job, reviving the threat of further military action after talks failed to produce a visible breakthrough. Speaking to reporters in the Oval Office, Trump said he would prefer an agreement because he did not want the Iran war to further affect the country's population എന്നുള്ളതാണ് ആ റിപ്പോർട്ട് എന്ന് പറയുന്നത്. അതായത് ഒന്നെങ്കിൽ ഒരു ഡീൽ ഞങ്ങളുമായിട്ട് ഉണ്ടാക്കുക, അല്ലെങ്കിൽ യുദ്ധം പുനരാരംഭിക്കുക എന്നാണ് ട്രംപ് ഇപ്പോൾ ഇറാന് അവസാനമായി അന്ത്യശാസനം കൊടുത്തത്. കഴിഞ്ഞ ദിവസം മിനിങ്ങാന്ന് ട്രംപ് പറഞ്ഞത് എല്ലാത്തിനെയും ഒറ്റ ഷോട്ടിൽ തീർക്കാനായിട്ട് പറ്റും, കാരണം എല്ലാം ഖമേനിയുടെ ആ ഒരു മൃതദേഹത്തിന് ചുറ്റും ഒത്തുകൂടിയിട്ടുണ്ട്. അത് വലിയ രീതിയിൽ ഇറാൻ ചൊടിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അപ്പോ ട്രംപ് ഇപ്പോൾ പറയുന്നത് നിങ്ങളൊരു ഡീൽ ഉണ്ടാക്കൂ എന്ന് പറയും. അതായത് ട്രംപ് ഈ യുദ്ധം വിട്ടൊരു കളിയില്ല എന്ന് പറയുന്നത് പോലെ ഇറാന്റെ പിന്നാലെ ട്രംപ് ഇങ്ങനെ വിടാതെ പിടിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ആക്ച്വലി ഒരു ഡീല് എന്തിലാണ് ഇപ്പൊ ട്രംപിന് വേണ്ടത് എന്നുള്ളതാണ് എന്റെ ചോദ്യം. ട്രംപ് ഓൾറെഡി ഒരു ഡീലും സമാധാന കരാറും ഒക്കെ ഇറാനുമായിട്ട് വെച്ച് കഴിഞ്ഞു. ഇനി ചർച്ചകൾ നടക്കാനുള്ളത് പ്രധാനമായിട്ടും ഇവരുടെ ആണവോർജവും ആണവ ഉൽപാദനവും ആണവ ആയുധങ്ങൾ ഉൽപ്പാദിപ്പിക്കില്ല എന്നുള്ള സാധനങ്ങൾ, പിന്നെ ഇവരുടെ യുറേനിയമായിട്ടൊക്കെ ബന്ധപ്പെട്ടുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതിൽ കവിഞ്ഞ് ട്രംപിന് ഇനി എന്ത് ഡീലാണ് വേണ്ടത് എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ ഇവര് നേരത്തെ സമാധാന കരാർ എന്ന് പറഞ്ഞ് സ്വിറ്റ്സർലാൻഡിലും അവിടെ ഇവിടെയൊക്കെ വെച്ച ആ ഡീൽ എന്തായിരുന്നു? ഇപ്പൊ US ജനങ്ങളും US മാധ്യമങ്ങളും പറയുന്നത് ആ ഡീലിൽ അമേരിക്കയ്ക്കൊന്നും കിട്ടിയില്ല, ഇറാനാണ് സമ്പൂർണ്ണ ആധിപത്യം എന്ന് അവർ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ഡീൽ അസാധുവായോ? ഡീല് വെച്ചിട്ടില്ല. ഡീല് വെച്ചു എന്ന് എങ്ങും പറയുന്നത് തെറ്റാണ്. അത് തെറ്റായ ഒരു കാര്യമാണ്. സമാധാന കരാർ ഒപ്പുവെച്ചിട്ടേ ഇല്ല, വെടിനിർത്തൽ കരാറാണ് ഇപ്പോഴുള്ളത്. അതായത് നമ്മൾ രണ്ടും കൂടി ഇരുന്നിട്ട് നമ്മൾ പറയുന്നു ഇന്ന കാര്യങ്ങൾ നമുക്കൊന്ന് ഫൈനലൈസ് ചെയ്യാനുണ്ട്, നമുക്ക് ചർച്ച നടത്താവുന്നുണ്ട്, നമ്മൾ ഒരു ധാരണ എത്തിയിട്ടുണ്ട്. ഒരു ധാരണ എന്നാണ് അതിന് പറയുന്നത്, ധാരണ. ആ ധാരണ എത്തിയിട്ട് നമ്മൾ ഇതിന്റെ അടുത്ത ഒരു ഭാഗം നമുക്ക് 2 മാസത്തിനുള്ളിൽ ഈ ആണവ വിഷയങ്ങളെ കുറിച്ചുള്ള ചർച്ചകൾ 60 ദിവസത്തിനുള്ളിൽ നടത്താം എന്നാണ് തീരുമാനിച്ചിരിക്കുന്നത്. പക്ഷെ ഇവിടുത്തെ പ്രശ്നം അതല്ല. ഇപ്പോൾ വീണ്ടും ഈ ട്രംപ് കരിപ്പുണ്ടാകാൻ കാരണം ട്രംപ് ഇപ്പം നാറ്റോയുടെ മീറ്റിങ്ങിന് പോകുന്നുണ്ട്. നാറ്റോയുടെ മീറ്റിങ്ങിന് പോകുമ്പോൾ സ്വാഭാവികമായി തന്നെ സഖ്യരാജ്യങ്ങളെല്ലാം പല ചോദ്യങ്ങളും ഉന്നയിക്കും. അതിനിടയിൽ ഇസ്രായേൽ ആണെങ്കിൽ ഒരു ഇടംബരടിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യം കൂടെ നിലനിൽക്കുന്നുണ്ട്. പിന്നെ ഈ ധനുഷ് നേരത്തെ പറഞ്ഞൊക്കെ എല്ലാവരും ട്രംപിന്റെ വെക്കിട്ട് കയറിക്കൊണ്ടിരിക്കുക, എന്ത് നേടി, അമേരിക്കയ്ക്ക് നാശമാണല്ലോ വരുത്തി വെച്ചത് എന്നൊക്കെ പറയുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിന്റെ ഇടയ്ക്ക് ഈ ഇറാൻ അതുവഴി പോകുന്ന വാണിജ്യ കപ്പലുകളെ ആക്രമിക്കുന്നു. ഇന്നലെയും ഈ UK ഒരു ഷിപ്പിനെ ആക്രമിച്ചു. അപ്പൊ ട്രംപ് പറയുന്നത് ഇതുവഴി പോകുന്ന വാണിജ്യ കപ്പലുകൾക്കൊക്കെ മിനിമം 2 മിസൈലെങ്കിലും വെച്ചിട്ട് ഇറാൻ ആക്രമിക്കുന്നുണ്ട്, ഇത് പറ്റത്തില്ല എന്നുള്ളത്. കാരണം ഇദ്ദേഹം ഈ വെടിനിർത്തൽ എന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. ഇതിനിടയിൽ ഈ ഇങ്ങനത്തെ പണി കാണിക്കും. ഇറാന്റെ വിഷയം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഹോർമുസ് കടലിടുക്കിന്റെ നിയന്ത്രണം ഫുൾ അവർക്ക് കൈപ്പിടിയിൽ ഒതുക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. അങ്ങനെ ഒരു കൈപ്പിടിയിലേക്ക് ഒതുക്കി കഴിഞ്ഞാൽ ട്രംപിന്റെ പദ്ധതികളെല്ലാം പാളും. കാരണം ട്രംപ് എന്തിനു വേണ്ടിയിട്ടാണോ നിലകൊണ്ടത്, ഈ ലോകരാജ്യങ്ങൾ തന്നെ നേരെ തിരിയാൻ സാധ്യതയുണ്ട്. നിങ്ങൾ എന്ത് പണിയായി കാണിച്ചത്, നിങ്ങൾ ഇത് ചെയ്യണ്ടായിരുന്നല്ലോ, യുദ്ധത്തിന് പോയതെന്തിനാ എന്ന് ചോദ്യം വരാം. പക്ഷെ ഇതേ സമയത്ത് തന്നെ ഇറാനെതിരെയും ഒരുപക്ഷെ ഒരു ജനരോഷം ഉയരാൻ സാധ്യതയുണ്ട് ഈ ഹോർമുസ് കടൽ. കാരണം ഇത് അന്താരാഷ്ട്ര കടലെടുക്കാണ്. അങ്ങനെയുള്ള കടലെടുക്കൾ ഒരു രാജ്യത്തിന് മാത്രം അതിനകത്തൊരു പിടിമുറുക്കാൻ കഴിയുകയുമില്ല. ഈ ഒരു സാഹചര്യമുണ്ട്. ഇതിനിടയിൽ ഈ ഇപ്പോൾ ഖമേനിയുടെ ഈ ശവസംസ്കാരവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ തന്നെയുള്ള വിലാപയാത്രകളും വലിയ വികാര പ്രകടനങ്ങൾ ഇറാനിൽ നടക്കുന്നു. പലരും ബാനറുകൾ ഉയർത്തുന്നു ട്രംപിനെ കൊല്ലണമെന്ന് പറഞ്ഞുകൊണ്ട്. ട്രംപിനെ കൊല്ലുമെന്ന് ചിലർ പ്രതിജ്ഞ എടുക്കുന്നു. അങ്ങനെ വൈകാരികമായി ട്രംപിനെതിരെയും അമേരിക്കയ്ക്കെതിരെയും വലിയൊരു ജനരോഷം ഇറാനിൽ രൂപപ്പെടുന്നുണ്ട്. ഒപ്പം തന്നെ ഭരണകൂടവും ആ ജനങ്ങൾക്കൊപ്പം നിൽക്കാതിരിക്കാൻ അവർക്ക് കഴിയില്ല, ആ ഒരു വികാരം അവർക്ക് മാനിക്കാതിരിക്കാൻ കഴിയില്ല. ഈ ഒരു സാഹചര്യമാണ്. ഇതിനിടയിലാണ് ട്രംപ് അവഹേളിക്കുന്ന തരത്തിൽ അനവധി പ്രസ്താവനകൾ ഇപ്പൊ നടത്തി കഴിഞ്ഞിരിക്കുന്നുണ്ട്. പിന്നെ ഒരുപാട് ഒരു നമ്മളിപ്പോ ഒരു സാമാന്യ മര്യാദയ്ക്ക് നമ്മൾ പറയുമ്പോൾ ഒരു ശവസംസ്കാരമാണ് നടക്കുന്നത്. അപ്പൊ അതിന്റെ ഇടയിൽ കയറിയിട്ട് ഇങ്ങനെ ഇതേപോലെ അവഹേളിക്കുന്ന ഒരു സംസാരം ആരും ഇഷ്ടപ്പെടുന്നതുമല്ല. അവസാനം ഇപ്പോൾ ഇറാന്റെ ഒരു മുന്നറിയിപ്പ് വന്നിട്ടുണ്ട്, ഇങ്ങനെ പോയി കഴിഞ്ഞാൽ സമാധാന കരാറിലൊന്നും ഞങ്ങൾ ഒപ്പിടുന്ന പ്രശ്നമേ ഉദിക്കുന്നില്ല, നമുക്ക് മുമ്പോട്ട് അടിച്ചടിച്ച് പോകാം എന്നുള്ള നിലയിപ്പോ. പക്ഷെ ഇനിയുള്ളൊരു അടി ഈ നിലയിലേക്ക് പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ട്രംപിന്റെ ഏതാണ്ടൊക്കെ ഒരു ക്ഷമ തീർന്നു കഴിഞ്ഞിരിക്കുന്നു, ഒന്നത്. രണ്ടാമത്തെ കാര്യം, ഇനിയും ഇതേ രീതിയിൽ നീട്ടിക്കൊണ്ടു പോകുന്നതിനോട് ട്രംപിന് അതൊരു ഒരുപാട് കാരണം ട്രംപിന് ഇനി അധികം സമയമില്ല. ഈ നവംബറിൽ അവിടെ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കുകയാണ് അമേരിക്കയിൽ. ആ ഉപതെരഞ്ഞെടുപ്പിന് മുമ്പ് പുള്ളിക്ക് എന്തെങ്കിലും ഒന്ന് കാണിക്കാൻ, അതായത് ജനങ്ങളുടെ മുമ്പിൽ കാണിക്കാൻ ഒരു ഇത് വേണമല്ലോ, ഒരു പ്രോഗ്രസ് കാർഡ് വേണമല്ലോ. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ ഇനിയൊരു യുദ്ധം ഉണ്ടായിക്കഴിഞ്ഞാൽ അമേരിക്ക പഴയതുപോലെ ഇടയ്ക്കിടയ്ക്ക് മിസൈൽ വിട്ട് കളിക്കാൻ നിൽക്കുമെന്ന് തോന്നുന്നില്ല. മാരകമായ രീതിയിൽ ഒരു ആക്രമണം അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകും തന്നെ ചെയ്യും. കാരണം ഇനി അവർക്ക് അതിന്റെ ഈ ട്രംപിന്റെ ഒരു എന്താ പറയുന്നത് ക്ഷമയുടെ നെല്ലിപ്പലക കണ്ടിരിക്കുന്നു എന്ന് പറയേണ്ടി വരും.
കാരണം പുള്ളി കൈവച്ചിടത്തൊന്നും അത് പൂർത്തീകരിക്കാനും കഴിഞ്ഞില്ല. പേരുദോഷവുമായി, പിന്നെ ചരിത്രത്തിൽ ഏറ്റവും മോശം പ്രസിഡന്റ് എന്നുള്ള ഒരു പ്രതിച്ഛായയോട് വേണം അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് പുള്ളിക്ക് പടിയിറങ്ങാൻ. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് വിഷയങ്ങളുണ്ട്. പിന്നെ പുള്ളിയുടെ മോഹങ്ങളുണ്ട്. ഈ യുദ്ധം തീർന്നു കഴിഞ്ഞാൽ കുറെ മോഹങ്ങൾ, പേഴ്സണൽ മോഹങ്ങളുണ്ട്, സ്വപ്നങ്ങളുണ്ട്. അതും ഒന്നും നടക്കുന്നില്ലെന്ന് കണ്ടു കഴിഞ്ഞാൽ പുള്ളിയുടെ സ്വഭാവം മാറാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഇസ്രായേൽ എന്തിനും തയ്യാറായിട്ട് നിൽക്കുന്നുമുണ്ട്. ഇപ്പോൾ തന്നെ ഇസ്രായേൽ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ഇത് ശരിയല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ഒരു അവസരം നല്ല രീതിയിൽ തന്നെ, അതായത് ഞാൻ ആലോചിക്കുന്നത് മുഴുവൻ ഈ ജൂലൈ 9-നാണല്ലോ ശവസംസ്കാരം നടക്കുന്നത്. അന്ന് രാത്രിയിലോ അതിന്റെ പിറ്റേ ദിവസവും ഒക്കെ എന്തെങ്കിലുമൊക്കെ നടക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അതിന്റെ ഇടയ്ക്കൊരു നടക്കാനുള്ള സാധ്യതയും കൂടുതലാണ്. ഇത് പറയാൻ കഴിയില്ല. കാരണം ഒരു എന്താ പറയുക, ഒരു പടക്കക്കടയുടെ മുമ്പിലാണ്, ഒരു പടക്കത്തിന്റെ ഒരു ഗോഡൌണിന് മുമ്പ് നിൽക്കുന്ന പ്രതീതി. ഒരു ചെറിയ തീപ്പൊരി മതി ഇതെല്ലാം കൂടെ പൊട്ടിത്തെറിക്കണം. അതേ ഒരു സാഹചര്യത്തിലാണ്. അതായത് ഒരു ചെറിയ ഇടവേള. ട്രംപ് തന്നെ പറയുന്നത് ഞാൻ ഒരാഴ്ചത്തെ വെടിനിർത്തൽ കൊടുത്തു, ഞങ്ങൾ വെടിനിർത്തൽ കൊടുത്തുകൊണ്ടാണ് ഇപ്പൊ ശവസംസ്കാരം നടക്കുന്നതെന്നാണ് പറയുന്നത്. ഇപ്പൊ വെടിനിർത്തലാണ് ഈ കാര്യം നിൽക്കുന്നത്. ഇപ്പോൾ അത് ഏതാണ്ട് ഒരു നൂൽപ്പാലത്തിൽ കൂടെയുള്ള സഞ്ചാരമാണ്. ഏത് നിമിഷവും അത് പൊട്ടാനുള്ള സാധ്യതകളാണ് കൂടുതൽ. സമാധാനത്തിൽ പോകാനുള്ള സാധ്യതകൾ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ഒട്ടുമില്ല. കാരണം രണ്ട് രാജ്യത്തൊന്നുമല്ല, ഇറാനിൽ വലിയ വിഷയം ഇപ്പോൾ അമേരിക്കക്കെതിരെ ഉയരുന്നു. ആ ജനരോഷം മുതലെടുത്തുകൊണ്ട് കമാൻഡർമാർ, IRGCയുടെ കമാൻഡർമാർ ഒരുപക്ഷെ ഇത് മുതലെടുത്തുകൊണ്ട് ഈ യുദ്ധം ഇങ്ങനെ നീട്ടി സംഘർഷം നീട്ടി കൊണ്ടുപോകാനുള്ള സാധ്യത. കാരണം അവർക്ക് അതുകൊണ്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. കാരണം അങ്ങനെ അവരത് നീട്ടിക്കൊണ്ടുപോയി കഴിഞ്ഞാൽ ഓരോ മേഖലയിലുള്ള എണ്ണയുടെയും മറ്റുമൊക്കെ കച്ചവടങ്ങളും മറ്റുമൊക്കെ നടത്താൻ ഒരുപക്ഷെ കഴിയും. ഇവിടെയാണ് ഖമേനിയെ നമ്മൾ ഓർക്കേണ്ട കാര്യം. കാരണം ഖമേനി വീണ് കഴിഞ്ഞപ്പോൾ തന്നെ എല്ലാം അവിടെ ഇതായി. കാരണം അവിടുത്തെ ഈ നേതാക്കന്മാർ, അതായത് പ്രസിഡന്റ് എന്ന് പറയുന്നില്ല, വിദേശകാര്യമന്ത്രി എന്നൊക്കെ പറഞ്ഞത് പ്രത്യേകിച്ച് റോളുകളൊന്നും ഇല്ലാത്ത ആളുകളായി മാറി. മുമ്പ് ഖമേനി ഉണ്ടായിരുന്നെങ്കിൽ ഖമേനി ഒരു അവസാന വാക്കായിരുന്നു. ചർച്ചയ്ക്കായാലും സമാധാനത്തിനായാലും ഒക്കെ പുള്ളി പറയുന്നത് എല്ലാവരും കേൾക്കുമായിരുന്നു. ഇന്നിപ്പോ ഒരു ഖമേനി ഇല്ല. മുജതബ ആണെന്നുണ്ടെങ്കിൽ എവിടെയാണെന്ന് അറിയുകയുമില്ല. ഇങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യം. ഒരുപക്ഷെ മുജതബ ഈ ഇർഷയിലാണ് എങ്കിൽ റഷ്യയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും വരുന്നത്. റഷ്യയുടെയും കൂടെ ആഗ്രഹത്തിനനുസരിച്ചുള്ള സ്റ്റേറ്റ്മെന്റിൽ അവിടുന്ന് വരാനും സാധിക്കുകയുള്ളൂ. നമ്മൾ ആദ്യമേ തന്നെ നമ്മൾ പണ്ടുപോലെ പറയുന്നുണ്ടായിരുന്നു, ഖമേനി വീണാൽ തീർന്നു. കാരണം ഇറാനിലെ ഭരണകൂടത്തോട് ചർച്ച നടത്താൻ പോലും പിന്നെ ആളുണ്ടാകില്ല. കാരണം ഒരു ഇടനിലയ്ക്ക് നിൽക്കാനോ ഇല്ലെങ്കിൽ അത് ഒരു അവസാന വാക്കില്ല. ഇന്നിപ്പോൾ എന്താ സംഭവിക്കുന്നത്? ഇവർ നെതർലൻഡിൽ പോകുമ്പോൾ അവിടെ ഒരു ചർച്ച നടക്കുന്നുണ്ട്. ആ ചർച്ച നടത്തി പോയ ആളുകൾ ഇറാനിലേക്ക് വന്ന് ഇറങ്ങുമ്പോഴേക്കും നേരെ ഓപ്പോസിറ്റാ പറയുന്നത്. മുമ്പെന്ന് പറഞ്ഞാൽ ആ പ്രശ്നമില്ലായിരുന്നു. ഖമേനിയോട് ചോദിച്ചിട്ട് ഒരു രൂപരേഖ ഉണ്ടാക്കിയിട്ട് ചർച്ചയ്ക്ക് പോവുകയും തിരിച്ചു വന്നത് ഖമേനിയെ മാത്രം ധരിപ്പിക്കുകയും ഒടുവിൽ ഖമേനിയുടെ വായിൽ നിന്നാണ് അവര് പോയ കാര്യങ്ങളൊക്കെ ഭംഗിയായിരുന്നു, ചില കാര്യങ്ങളൊക്കെ തീരുമാനമായിട്ടുണ്ടായെന്ന് പറയുന്ന സ്ഥിതി ആയിരുന്നെങ്കിൽ ഇന്നത് മാറിയിരിക്കുന്നു. അവരുടെ സ്പീക്കർ ഭാഗയിൽ വേറൊരു രീതി സംസാരിക്കും, പെഷസ്കിയാൻ വേറൊരു രീതി സംസാരിക്കും, ഇവരുടെ കമാൻഡർമാരൊക്കെ നാല് വഴി സംസാരിക്കും. അതിന്റെ ഇടയിൽ ഏതെങ്കിലും ഒരുത്തൻ കൊണ്ട് ഒരു മിസൈൽ എടുത്തിട്ട് ഹോർമൂസിലോ തെക്കോ വടക്കോ അടിച്ചിഴക്കും, മൊത്തത്തിൽ കുളവാക്കി വെക്കും. അതാണ് അതായത് ഒരിടത്ത് സമാധാന ചർച്ച നടക്കുക, ഇപ്പുറത്ത് അടി നടത്തുക. ഇത് അതായത് ഒരു ഐക്യം ഇല്ലാതെ വന്നു എന്നുള്ളതാണ്. അതായത് ഒരു സിസ്റ്റമാറ്റിക് സംവിധാനങ്ങൾ അവിടെ ഒരു പരാജയപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട്. അതാണ് നമ്മൾ ഓരോ രാജ്യത്തിനും അതിന്റെ ഒരു ഘടനയുണ്ട്. ആ ഘടന തകർന്നു കഴിഞ്ഞാൽ ആ രാജ്യത്തെ പിന്നെ മറ്റുള്ളിടത്ത് നമുക്കൊരു ചർച്ചാ ടേബിളിലേക്ക് കൊണ്ടുവരാൻ. അതുകൊണ്ടാണല്ലോ മുനീറിനെ ഇറാനിലേക്ക് ട്രംപ് പറഞ്ഞു വിട്ടത്. മുനീറിനെ പറഞ്ഞിട്ട് മുനീറിന് ഈ IRGCയുടെ കമാൻഡർമാരോട് നല്ല ബന്ധമാണ്. അപ്പം അവരെ കൂടെ കണ്ട് സോപ്പിട്ട് കാര്യങ്ങളൊന്ന് പരുവത്തിലാക്കുക എന്നുള്ള ഉദ്ദേശം കൂടെ ഉണ്ട് അതിനകത്ത്. ഏതായാലും നമുക്ക് ഇനിയിപ്പോ അധിക ദിവസമൊന്നും ഇല്ല, 2 ദിവസം കൂടെ ഉള്ളൂ കവറടക്കത്തിന്. അത് കഴിയുമ്പോൾ എന്താകും എന്നുള്ളത് ഒരു 48 മണിക്കൂർ കഴിയുമ്പോൾ എന്താണ് ഈ മിഡിൽ ഈസ്റ്റിന്റെ അവസ്ഥ എന്ന് നമുക്ക് അന്നേരം പറയാൻ കഴിയുള്ളൂ.